എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ? ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. എനിക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണി പോയത്. ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലിക്ക. ഇക്കയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റിയൊരു ജോലിയും മൊഞ്ചുള്ളൊരു പെണ്ണും. ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ? ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ഇക്കയ്ക്ക് ഈ കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്കര തൊഴിയുമായിരുന്നു. എന്റെ 8ാമത്തെ വയസ്സിൽ വാപ്പ മയ്യത്താവുന്നവരെ. ഇപ്പോഴും രാത്രി ഞാൻ ഒറ്റയ്ക്ക് തോണി തൊഴിയുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ വാപ്പയെ അറിയാറുണ്ട്. സുമി, ഇതിങ്ങനെയല്ലേക്കാ നടുമുറിച്ച് ദേ ഇതുപോലെ. നമ്മക്ക് ഏർപ്പാടൊന്നും അറിയില്ലല്ലോ. വേണ്ട വേണ്ട, ആ വീട്ടിൽ പോണ്ട, ഇങ്ങോട്ട് കടന്നോ.
ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഇക്ക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു ഭീകര രൂപം എന്റെ പിന്നാലെ വന്നു. പക്ഷേ അതിന് എന്റെ തന്നെ ഛായയായിരുന്നു. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എണീറ്റ് വന്നതാ. ഇക്ക നല്ല ഉറക്കായിരുന്നു. അത് കണ്ടപ്പോ വിളിക്കണ്ടാന്ന് തോന്നി. എന്തായാലും ഒരു ഡോക്ടറെ കാണണം. പിന്നെ തീയതി അടുത്ത് വരികയല്ലേ? ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ടൗണില് രേവതി ടീച്ചർ നടത്തുന്ന അഗതി മന്ദിരമല്ലേ, സീതയ്ക്ക് അവിടെ താമസിക്കാം. ടീച്ചറെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ ടൗണിൽ പോയി ഞാൻ ടീച്ചറെ കാണാം. എന്താ? ഉം. ആ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നാ ടീച്ചർ പറഞ്ഞത്. എനിക്ക് ടീച്ചറെ ഒന്ന് കണ്ടൂടെ? മാഡം. യെസ്. കാര്യങ്ങളെല്ലാം സൂസനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും. മിസ്റ്റർ അബുവിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതിവിടുത്തെ മറ്റ് അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടാകും. കേട്ടറിഞ്ഞു വന്നത്. അല്പം കരുണ കാണിക്കുന്നു കരുതി. ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വേറെന്ത് സഹായം? എന്നാ പിന്നെ തണല് പുറത്തുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ മാഡം? മിസ്റ്റർ, വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അറിയാം. എടാ ലോഹിദാസ് വന്നിട്ടുണ്ട്. ആരെ? സിനിമാ സംവിധായകനെ. ഷൂട്ടിങ്ങിനാ? ഏയ്, നമ്മുടെ സീതയുടെ വീട് അന്വേഷിച്ച് വന്നതാ. ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ, എന്താ സീതയായിട്ടേക്ക്? അവളുടെ കഥ സിനിമാക്കാനായിരിക്കും. ഏയ്, അയാളുടെ കൂട്ടുകാരനായിരുന്നു ചത്തുപോയ ഉണ്ണി. അവൾക്ക് എയ്ഡ്സാന്ന് പറഞ്ഞില്ലേ അയാളോട്? എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഉണ്ണി ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്ക് അനുജനെ പോലായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തെന്ന് ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്നെയും എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെയും മറന്ന് ഉണ്ണി അത് ചെയ്യില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. സീത, നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അനുസരിക്കൂ. നമ്മൾ എത്ര കരഞ്ഞാലും നഷ്ടമായതൊന്നും തിരിച്ചിട്ടില്ല. സഹിക്കണം. ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനെന്ത് സഹിക്കാൻ? പക്ഷെ എനിക്കിത് അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഭൂമിയില് ഞാൻ തനിച്ച. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആര് പറഞ്ഞു തനിക്കാണെന്ന്? നിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ വിടരുന്നില്ലേ? അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ ഭാഗമാണ്. അതിനോട് കാരുണ്യം കാട്ടണം, സ്നേഹം കാട്ടണം. ആ കുഞ്ഞ് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഒരു കാപ്പി പോലും തരാൻ ഞാൻ മറന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ബോംബെയിൽ ഞാൻ വരുമ്പോഴൊക്കെ കുട്ടി എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പിട്ടില്ലേ. ഞാൻ ഇറങ്ങുന്നു. ഞാനിപ്പോൾ കോഴിക്കോടിന് പോകുന്ന വഴിയാണ്. അടുത്ത ആഴ്ച ഞാൻ ബോംബെ പോകുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ ഒരു 5 ദിവസത്തെ വർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഷെരീഫ് കോട്ടപ്പുറം ഇപ്പോഴും ബോംബെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനവനെ കാണും. എനിക്കറിയണം ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സഹിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എല്ലാം ശരിയായി വരും.